തിരുവല്ലയിൽ നടക്കുന്ന മൈഗ്രേഷൻ കോൺക്ലേവിന്റെ രണ്ടാം ദിവസം പങ്കാളിത്തം കൊണ്ടും സംവാദത്തിലെ മികച്ച ആശയങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി. സംവാദങ്ങൾ പുലർച്ചെ വരെ നീണ്ടപ്പോഴും മികച്ച പങ്കാളിത്തമായിരുന്നു കാണാനായത്. ലോകത്താകമാനമുള്ള മലയാളികളായ പ്രവാസികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാവുകയായിരുന്നു തിരുവല്ലയിൽ നടക്കുന്ന മൈഗ്രേഷൻ കോൺക്ലേവിന്റെ രണ്ടാം ദിനം. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വിവിധ വിഷയങ്ങളിലെ ചർച്ചകളിൽ അമേരിക്ക, ഗൾഫ്, ഏഷ്യൻ, യൂറോപ്യൻ മേഖലകളിൽ നിന്ന് നിരവധി പേർ നേരിട്ടും ഓൺലൈനായും പങ്കെടുത്തു. രാവിലെ അമേരിക്കൻ മേഖലയിൽ നിന്ന് വയോജന സംരക്ഷണം എന്ന വിഷയത്തിൽ ആരംഭിച്ച ചർച്ച പ്രവാസികളുടെ വൃദ്ധരായ ബന്ധുക്കളെ സംരക്ഷിക്കാനും പരിചരിക്കാനുമുള്ള വിവിധ മാർഗങ്ങൾ ചർച്ച ചെയ്തു. എല്ലാ വേദിയും നിറഞ്ഞാ നിൽക്കുന്നേ. രണ്ട് തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുള്ളത്, ഫിസിക്കലി ഉണ്ട്, ഓൺലൈനിലുണ്ട്. ഒരുപക്ഷെ ഹൈബ്രിഡായിട്ട് നടത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ആകുലതകളെയും മാറ്റിവെക്കുന്ന രൂപത്തിലേക്ക് ആ സംവിധാനത്തെ നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. വന്നിട്ടുള്ള എല്ലാ പ്രതിനിധികളും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ തൃപ്തരോടുകൂടി അവർക്ക് പോകാൻ കഴിയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നീ വിഷയങ്ങളിലെ സംവാദങ്ങളും ശ്രദ്ധേയമായി. കവി മുരുകൻ കാട്ടാക്കട ഉൾപ്പെടെയുള്ള പ്രമുഖർ വിവിധ സെഷനുകളുടെ ഭാഗമായി. എല്ലാ സംവാദവേദികളും പങ്കാളിത്തം കൊണ്ട് സംഘാടകരെ അത്ഭുതപ്പെടുത്തി. 21-ാം തീയതി വരെ സംവാദങ്ങളും സെമിനാറുകളും കലാപരിപാടികളും തുടരും. കൈരളി ന്യൂസ്, തിരുവല്ല.